നമുക്ക് സയൻസിലെ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. ദ സെയിം കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ഗ്രോൺ ആൻഡ് കൾട്ടിവേറ്റഡ് ഓൺ എ ലാർജ് സ്കെയിൽ അറ്റ് എ പ്ലേസ് ഈസ് കോൾഡ്. ഒരു ടൈപ്പിലുള്ള പ്ലാന്റ്സ് മാത്രം ഒരു വലിയ ഏരിയയിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ ക്രോപ്സ് എന്ന് പറയും അല്ലേ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ ഗ്രോയിങ് ക്രോപ്സ് ഈസ് ഡാഷ് ഓഫ് ദ സോയിൽ. ഇപ്പോൾ ക്രോപ്പ് കൾട്ടിവേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ദറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ദ സോയിൽ. ഡാമേജ്ഡ് സീഡ്സ് വുഡ് ഡാഷ് ഓൺ ദ ടോപ്പ് ഓഫ് വാട്ടർ. ഡാമേജ്ഡ് സീഡാണ്, അകത്തൊന്നുമില്ലാത്ത സീഡാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും നമ്മൾ പറഞ്ഞല്ലേ, ഫ്ലോട്ട്സ്. ഫോർ ഗ്രോയിങ് എ ക്രോപ്പ് സഫിഷ്യൻറ്റ് സൺലൈറ്റ് ആൻഡ് ഡാഷ് ഫ്രം ദ സോയിൽ ആർ എസെൻഷ്യൽ. എന്തൊക്കെയാണ് വേണ്ടത്? സൺലൈറ്റിനോടൊപ്പം വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. അടുത്തത് ടെക്സ്റ്റിലുള്ള മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക, ആൻസർ ഞാൻ ഇതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പറഞ്ഞുതരാം. ഖാരിഫ് ക്രോപ്സ് ഉള്ളത് പാഡി ആൻഡ് മൈസ് ആണ് ആൻസർ. റാബി ക്രോപ്സ് എന്നുള്ളതിന് വീറ്റ്, ഗ്രാം, പീ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ നേരെ നമുക്ക് എഴുതാൻ പറ്റുന്നത് യൂറിയ ആൻഡ് സൂപ്പർ ഫോസ്ഫേറ്റ്. ഓർഗാനിക് മാനുവർ ആണെങ്കിൽ അനിമൽ എക്സ്ക്രീറ്റ, കൗഡൻ, യൂറിൻ ആൻഡ് പ്ലാന്റ് വേസ്റ്റ്. ഗീവ് 2 എക്സാമ്പിൾസ് ടു ഈച്ച്. ഖാരിഫ് ക്രോപ്പ് തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ്. ഖാരിഫ് ക്രോപ്പിൽ പാഡി, മൈസ് അത് രണ്ടും എക്സാമ്പിളാണ്. റാബി ക്രോപ്സിനാണെങ്കിൽ വീറ്റും പീയും നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാം അല്ലേ. തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇത് തന്നെ ആൻസർ ചെയ്തതാണ്. അടുത്തത് റൈറ്റ് എ പാരഗ്രാഫ് ഓൺ യുവർ ഓൺ വേർഡ്സ് ടു ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അതിലൊന്നാമത്തെ പാരഗ്രാഫ് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത് പ്രിപ്പറേഷൻ ഓഫ് സോയിലാണ്. പ്രിപ്പറേഷൻ ഓഫ് സോയിൽ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് നമുക്കറിയാം. അത് ഇറ്റ് മീൻസ് ദ ലൂസനിങ് ഓഫ് സോയിൽ ടു അലോ ദ റൂട്ട്സ് ടു പെനട്രേറ്റ് ഡീപ്പ് ഇൻ ദ സോയിൽ. പ്ലാന്റ്സിൻ്റെ റൂട്ടിനെ പെനട്രേറ്റ് ചെയ്യാൻ ലൂസനിങ് ഓഫ് ദ സോയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദ ലൂസനിങ് ഓഫ് ദ സോയിൽ ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് മെനി ഫ്രണ്ട്ലി മൈക്രോബ്സ് ആൻഡ് എർത്ത്വേംസ് ഇൻ ദ സോയിൽ. ഫ്രണ്ട്ലി മൈക്രോബ്സിൻ്റെയും എർത്ത്വേം, അതെന്താണ് അതിൻ്റെ ഗുണം? വിച്ച് എൻറിച്ച് ദ സോയിൽ വിത്ത് ഹ്യൂമസ് ആൻഡ് ന്യൂട്രിയൻസ്. അല്ലെങ്കിൽ ഹ്യൂമസും ന്യൂട്രിയൻസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്ലി മൈക്രോബ്സ്. ദ പ്രോസസ് ഓഫ് സോയിൽ ലൂസനിങ് ഈസ് കോൾഡ് ടില്ലിങ് ഓർ പ്ലോയിങ്. ഇതിനെ ടില്ലിങ് അല്ലെങ്കിൽ പ്ലോയിങ് എന്നും പറയാം. ടില്ലിങ് ഓൾസോ ഹെൽപ്സ് ടു ബ്രിങ് ദ ന്യൂട്രിയൻ റിച്ച് സോയിൽ ടു ദ ടോപ്പ് വിച്ച് ഹെൽപ്സ് ദ പ്ലാന്റ്സ് ടു അബ്സോർബ് ദ ന്യൂട്രിയൻറ്റ് ഈസിലി. വളരെ ഈസി ആയിട്ട് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, കാരണം ന്യൂട്രിയൻസിനെ ടോപ്പ് സോയിലിലേക്ക് കൊണ്ടുവരുന്നു. സോയിങ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലേസിംഗ് ദ സീഡ് ഇൻ ദ സോയിൽ. ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഷുഡ് ബി സെലക്ടഡ് ബിഫോർ ദ സോയിങ് ഓഫ് ഫോർ ഗുഡ് ഈൽഡ്. സോയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്ത് വിതയ്ക്കുക അല്ലേ, അത് സോയിലിലേക്ക് വിത്ത് വിതയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ഈൽഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഗുഡ് ക്വാളിറ്റി സീഡ്സ് സെലക്ട് ചെയ്യണം. സോയിങ് ക്യാൻ ബി ഡൺ വിത്ത് ഈതർ ട്രഡീഷണൽ ടൂൾ ഓർ സീഡ് ഡ്രിൽ. ട്രഡീഷണൽ ടൂൾ അല്ലെങ്കിൽ സീഡ് ഡ്രിൽ ഉപയോഗിക്കുക. ട്രഡീഷണൽ ടൂൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്, ഒരു ഫണൽ ഷേപ്ഡ് ഡിവൈസാണ് നമുക്കറിയാം. അത് ഇപ്പോൾ സീഡ് ഡ്രിൽസാണ് ഉപയോഗിക്കുന്നത്. അവിടെ സീഡ് ഡ്രിൽസ് ആർ യൂസ്ഡ് അറ്റാച്ച്ഡ് വിത്ത് ട്രാക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് സീഡ് ഡ്രിൽസ് ഉപയോഗിക്കുന്നുണ്ട്. ദ യൂസ് ഓഫ് സീഡ് ഡ്രിൽ സേവ്സ് ടൈം ആൻഡ് ലേബർ. Weeding. Unwanted plants which grow along with the crops are called weeds. പ്ലാന്റ്സിനോടൊപ്പം തന്നെ ക്രോപ്സിനോടൊപ്പം തന്നെ വളരുന്ന അൺവാണ്ടഡ് പ്ലാന്റ്സിനെയാണ് വീഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. വീഡിങ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് വീഡ്സ്. ആ വീഡ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് വീഡിങ്. വീഡ്സ് കോമ്പീറ്റ് വിത്ത് ക്രോപ്സ് ഫോർ ന്യൂട്രിയൻസ്, വാട്ടർ, സൺലൈറ്റ് ആൻഡ് സ്പേസ്. ഇതൊരു കോമ്പറ്റീഷൻ അവർ തമ്മിലുണ്ടാകും. ദിസ് വിൽ റെഡ്യൂസ് ദ ഈൽഡ് ഫ്രം ക്രോപ്സ്. വീഡ്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് കെമിക്കൽസ് കോൾഡ് വീഡിസൈഡ്സ്. വീഡിസൈഡ്സ് എന്ന് പറയുന്ന കെമിക്കൽസ് ഉപയോഗിച്ച് നമുക്ക് വീഡ്സിനെ കൺട്രോൾ ചെയ്യാം. ടില്ലിംഗ് ബിഫോർ സോയിങ് ഓൾസോ ഹെൽപ്സ് ഇൻ റിമൂവിങ് ദ വീഡ്സ് ആൻഡ് ദ മാനുവൽ മെത്തേഡ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കുർപ്പി. നമുക്ക് ടില്ലിങ് ചെയ്തും അല്ലെങ്കിൽ മാനുവലി നമുക്ക് കുർപ്പി എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ചും ഈ സീഡ്സിനെ റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് ത്രഷിംഗ് ആണ്. ത്രഷിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഗ്രെയിൻസ് ഫ്രം സ്റ്റാഫ്. ഇറ്റ്സ് ഡൺ ആഫ്റ്റർ ദ ഹാർവെസ്റ്റിംഗ് ഓഫ് ക്രോപ്സ്. ഇത് ചാഫിൽ നിന്ന് ഗ്രെയിൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹാർവെസ്റ്റിങ്ങിന് ശേഷം. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് എ മെഷീൻ കോൾഡ് കമ്പൈൻ. കമ്പൈൻ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉപയോഗിച്ച് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. കമ്പൈൻ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഹാർവെസ്റ്റർ ആൻഡ് ത്രഷർ. ഹാർവെസ്റ്ററിനും ത്രഷറിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ കമ്പൈൻ എന്ന് പറയുന്ന മെഷീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫെർട്ടിലൈസറും മാനുവറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എ ഫെർട്ടിലൈസർ ഈസ് എൻ ഇനോർഗാനിക് സോൾട്ട്. മാനുവർ എന്ന് പറയുന്നത് മാനുവർ ഈസ് എ നാച്ചുറൽ സബ്സ്റ്റൻസ് ഒബ്റ്റൈൻഡ് ബൈ ഡീകമ്പോസിഷൻ ഓഫ് കാറ്റൽ ഡങ്, ഹ്യൂമൻ വേസ്റ്റ് ആൻഡ് പ്ലാന്റ് റെസിഡ്യൂ അല്ലേ. മാനുവർ നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്, മറ്റേത് കെമിക്കലാണ്. രണ്ടാമത്തെ ഫെർട്ടിലൈസർ ഈസ് പ്രിപ്പയർഡ് ഇൻ ഫാക്ടറീസ്. മാനുവർ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫെർട്ടിലൈസർ ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഹ്യൂമസ് ടു ദ സോയിൽ. സോയിലിലേക്ക് ഹ്യൂമസ് ആഡ് ചെയ്യുന്നില്ല ഫെർട്ടിലൈസർ.
മാനുവർ ആണെങ്കിൽ എ ലോട്ട് ഓഫ് ഹ്യൂമസ് ആഡ്സ് ടു ദ സോയിൽ. ഫെർട്ടിലൈസേഴ്സ് വെരി റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ വലിയൊരു ഒരുപാട് ന്യൂട്രിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഫെർട്ടിലൈസറിൽ. പക്ഷേ മാനുവർ ഈസ് റിലേറ്റീവ്ലി ലെസ് റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ്. പ്ലാന്റ് ന്യൂട്രിയൻസിൽ ഫെർട്ടിലൈസേഴ്സിനെ അപേക്ഷിച്ച് റിലേറ്റീവ്ലി ലെസ്സാണ്. വാട്ട് ഈസ് ഇറിഗേഷൻ? ഡിസ്ക്രൈബ് 2 മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ വിച്ച് കൺസേർവ് വാട്ടർ. ഇറിഗേഷനെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ദ സപ്ലൈ ഓഫ് വാട്ടർ ടു ക്രോപ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഈസ് കോൾഡ് ഇറിഗേഷൻ. പഠിച്ചിട്ടുണ്ട്. വാട്ടർ കൊടുക്കുന്ന ആ പ്രോസസ്സാണ് ഇറിഗേഷൻ. ദ ടൈം ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ വേരീസ് ഫ്രം ക്രോപ്പ് ടു ക്രോപ്പ്, സീസൺ ടു സീസൺ ആൻഡ് സോയിൽ ടു സോയിൽ. ഓരോ ടൈപ്പിനും ഓരോ രീതിയിലായിരിക്കും. ക്രോപ്പിനനുസരിച്ചും സീസൺ അനുസരിച്ചും അതുപോലെ സോയിലിനനുസരിച്ചും ഇറിഗേഷൻ മെത്തേഡ്സ് വ്യത്യാസപ്പെടും. There are various sources of irrigation such as ponds, rivers, wells, ഡാംസ്. ഇങ്ങനെയുള്ള പല സോഴ്സസും ഉണ്ടെന്ന് നമുക്കറിയാം. 2 മെത്തേഡ്സും കൂടി ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാമത്തെ സ്പ്രിംഗ്ലർ സിസ്റ്റമാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ സിസ്റ്റം ഇൻ അൺഈവൻ ലാൻഡ് വിത്ത് ലെസ് വാട്ടർ അവൈലബിലിറ്റി. വാട്ടർ വളരെ കുറവായ സ്ഥലങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാം. വാട്ടർ ഈസ് സപ്ലൈഡ് യൂസിങ് പൈപ്സ് ഹാവിങ് റൊട്ടേറ്റിംഗ് നോസിൽ. റൊട്ടേറ്റിംഗ് നോസിലുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് അതിൻ്റെ വാട്ടർ സപ്ലൈ ചെയ്യുന്നു. അണ്ടർ പ്രഷർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പമ്പ് വാട്ടർ ഇസ് സ്പ്രിങ്കിൾഡ് ഓൺ ദ ക്രോപ്പ്. മഴ പെയ്യുന്നത് പോലെ പമ്പ് ഉപയോഗിച്ച് നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് മഴ പെയ്യുന്നത് പോലെ പ്ലാന്റ്സിൻ്റെ മുകളിൽ പതിക്കും. രണ്ടാമത് ഡ്രിപ്പ് സിസ്റ്റമാണ്. ഇൻ ദിസ് മെത്തേഡ് വാട്ടർ ഫോൾസ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ഡയറക്ട്ലി നിയർ റൂട്ട്സ്. ഡ്രിപ്പ് സിസ്റ്റത്തിൽ റൂട്ടിലേക്ക് ഡയറക്റ്റായിട്ട് വാട്ടർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് വീഴുന്നുണ്ട്. ഇറ്റ് ഇസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ഓഫ് ഇറിഗേഷൻ വിത്ത് ലെസ് വാട്ടർ വേസ്റ്റേജ്. വാട്ടർ വേസ്റ്റേജ് ഏറ്റവും കുറവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ ഡ്രിപ്പ് സിസ്റ്റം. ഇഫ് വീറ്റ് ഈസ് സോൺ ഇൻ ദ ഖാരിഫ് സീസൺ വാട്ട് വുഡ് ഹാപ്പൻ? വീറ്റ് റാബി ക്രോപ്പാണെന്ന് നമുക്കറിയാം അല്ലേ. അതെടുത്ത് ഖാരിഫ് സീസണിൽ കൃഷി ചെയ്താൽ എന്ത് സംഭവിക്കും? ഖാരിഫ് സീസൺ ഈസ് ഫ്രം ജൂൺ ടു ഒക്ടോബർ. റെയിനി സീസണിലാണ്, അതായത് ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് ഖാരിഫ് സീസൺ വരുന്നത് നമുക്കറിയാം. വീറ്റ് ഈസ് ആക്ച്വലി റാബി ക്രോപ്പ്. വീറ്റ് റാബി ക്രോപ്പാണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് സോൺ ഇൻ ഖാരിഫ്. ഇഫ് ഇറ്റ് ഈസ് സോൺ ഇൻ ഖാരിഫ് സീസൺ ഇറ്റ് മേ ഡാമേജ് ഡ്യൂ ടു ലാക്ക് ഓഫ് റിക്വയർഡ് ടെമ്പറേച്ചർ, വാട്ടർ, പെസ്റ്റ് അറ്റാക്ക് എക്സെട്ര. പല റീസൺസ് കൊണ്ട് വാട്ടറിൻ്റെ അവൈലബിലിറ്റിയുടെ ഇഷ്യൂ, ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ, അതേപോലെ പെസ്റ്റിൻ്റെ അറ്റാക്ക്, ഇതൊക്കെ കാരണം ടെമ്പറേച്ചർ റിക്വയർഡിൻ്റെ കുറവ്, അതൊക്കെ കാരണം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. റെയിനി സീസൺ മേ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ വീറ്റ്, സോ ഇറ്റ് ഷുഡ് നോട്ട് ബി സോൺ ഇൻ ഖാരിഫ് സീസൺ. അതാണ് എൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. എക്സ്പ്ലെയിൻ ഹൗ സോയിൽ ഗെറ്റ്സ് അഫക്റ്റഡ് ബൈ ദ കണ്ടിന്യൂസ് പ്ലാന്റേഷൻ ഓഫ് ക്രോപ്സ് ഇൻ ദ സോയിൽ. ഒരു ക്രോപ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ടൊരു സോയിലിൽ കൃഷി ചെയ്താൽ എന്ത് സംഭവിക്കും? കണ്ടിന്യൂസ് പ്ലാന്റേഷൻ ഓഫ് ക്രോപ്പ് ഇൻ എ ഫീൽഡ് മേക്ക് ദ സോയിൽ പുവർ ഫെർട്ടൈൽ. അതിൻ്റെ ഫെർട്ടിലിറ്റി ഉറപ്പായിട്ടും കുറയും അല്ലേ. ഇറ്റ് റെഡ്യൂസസ് ദ അവൈലബിലിറ്റി ഓഫ് മിനറൽസ് സച്ച് ആസ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എക്സെട്ര. ഇതുപോലെയുള്ള നൈട്രജനും പൊട്ടാസ്യം ഫോസ്ഫറസും പോലെയുള്ള മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ മണ്ണിൽ കുറയാൻ കാരണമാകും. ദിസ് വിൽ റെഡ്യൂസ് ദ ക്രോപ്പ് ഈൽഡ്. അത് ഈൽഡിനെയും ബാധിക്കും, അതിൻ്റെ ലാഭത്തിനെ അല്ലെങ്കിൽ വിളയെ ബാധിക്കും. വാട്ട് ആർ വീഡ്സ്? ഹൗ ക്യാൻ വി കൺട്രോൾ ദം? വീഡ്സ് എന്താണെന്ന്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ് അല്ലേ. Unwanted plants which grow along with the crops are called weeds. Weeding is the process of removing the weeds. Weeds compete with the crops for nutrients, water, sunlight and space. This will reduce the yield from crops. Weeds can be controlled by using chemicals called weedicides. Tilling before sowing also helps in removing the weeds. The manual method is with the help of kurpi. Arrange the following in proper order to make a flow chart of sugarcane crop production. താഴത്തുനിന്നുള്ളത് അതിൻ്റെ ആൻസറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല. അതിൽ പല ഓർഡറിൽ പല ബോക്സിനകത്തായി കൊടുത്തിട്ടുണ്ട്. ഞാനത് ആൻസർ എഴുതിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്റ്റെപ്പ്. നോക്കിക്കൊള്ളുക. ഒന്ന്, ആദ്യത്തെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് സോയിലാണ്. രണ്ടാമത്തെ പ്ലോയിങ് ദ ലാൻഡ്, സോയിങ്, മാനുവറിങ്, ഇറിഗേഷൻ, ഹാർവെസ്റ്റിംഗ്, ലാസ്റ്റ് സ്റ്റെപ്പ് സെൻഡിങ് ക്രോപ്പ് ടു ഷുഗർ ഫാക്ടറി. ടെക്സ്റ്റിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന വേർഡ് പസിലിൻ്റെ ആൻസേഴ്സാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അതിൽ ഡൗൺ, പ്രൊവൈഡിങ് വാട്ടർ ടു ദ സോയിൽ, ഇറിഗേഷനാണ്. കീപ്പിംഗ് ക്രോപ്പ് ഗ്രീൻ ഫോർ എ ലോങ് ടൈം അണ്ടർ പ്രോപ്പർ കണ്ടീഷൻ,
സ്റ്റോറേജ് ആണ്. certain plants of the same kind grown on a large scale is crop. Across വരുന്നത് a machine used for cutting the matured crop is harvester. A rabi crop that is also one of the pulses gram. A process of separating the grain from chaff, it is winnowing. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ നോക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്യുക. ഇതിൻ്റെ ആൻസേഴ്സാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. What is tilling? The process of loosening and turning of the soil is called tilling or plowing. This is done using a plow. What is the basis of classification of crops in our country? In our country, crops are classified on the basis of season in which they grow. സീസൺ അനുസരിച്ചാണ് ക്രോപ്സിനെ നമ്മുടെ കൺട്രിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. What are summer crops? The crops that are grown in summer season and harvested before rainy season. സമ്മർ സീസണിൽ കൃഷി ചെയ്യും, റെയിനി സീസണിന് മുമ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്ന ക്രോപ്സിനെയാണ് സമ്മർ ക്രോപ്സ് ഓർ സൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. വൈ പാഡി കനോട്ട് ബി ഗ്രോൺ ഇൻ സമ്മർ സീസൺ? എന്തുകൊണ്ടാണ് നെല്ല് കൃഷി ചെയ്യാൻ പറ്റാത്തത് സമ്മർ സീസണിൽ? പാഡി നീഡ്സ് എ ലോട്ട് ഓഫ് വാട്ടർ, സോ ഇറ്റ് ഈസ് കൾട്ടിവേറ്റഡ് ഇൻ റെയിനി സീസൺ, നോട്ട് ഇൻ സമ്മർ സീസൺ. ഹൗ ഈസ് ലെവലിംഗ് ഓഫ് ദ സോയിൽ ഡൺ? ലെവലിംഗ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ലെവലിംഗ് ഓഫ് ദ സോയിൽ ഡൺ വിത്ത് എ ലെവലർ. ഡാഷ് ഈസ് ദ മെഷീൻ യൂസ്ഡ് ഫോർ ഹാർവെസ്റ്റിംഗ് ആൻഡ് ത്രഷിംഗ് ബോത്ത്. കമ്പൈനാണ്. ഹാർവെസ്റ്റിംഗും ത്രഷിംഗ് ഒരുമിച്ച് നടന്ന കമ്പൈനാണ്. വൈ ഷുഡ് ഗ്രെയിൻസ് ബി ഡ്രൈഡ് ബിഫോർ സ്റ്റോറേജ്? എന്തുകൊണ്ടാണ് ഗ്രെയിൻസ് നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്നത്? ഗ്രെയിൻസ് ഷുഡ് ബി ഡ്രൈഡ് ബിഫോർ സ്റ്റോറേജ് ടു റിമൂവ് ദ മോയ്സ്ചർ ആൻഡ് പ്രിവെൻറ്റ് ദ അറ്റാക്ക് ഫ്രം മൈക്രോബ്സ്. What is animal husbandry? Rearing of animals on a large scale by providing proper food, shelter and care is called animal husbandry. What are pesticides? Pesticides are chemicals used to protect crops from harmful pests. പെസ്റ്റുകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസിനെ നമുക്ക് പെസ്റ്റിസൈഡ്സ് എന്ന് പറയാം. What are weedicides? The chemical used to control weeds are called weedicides. The cutting of crop after it is mature is called harvesting. Separation of grain from the chaff is called threshing.